ഫ്രണ്ട്സ്, അവർക്ക് റൈഡർ തോമാച്ചൻ വ്ളോഗിൻ്റെ മറ്റൊരു കിഡിലിൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽപ്പാറയ്ക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നല്ല അതിരാവിലെ ആണ് ടൈം, ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് 6 മണിക്ക് ആവറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് പോണത്, വാൽപ്പാറയ്ക്കാണ് പോണത് നമ്മൾ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കസിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈക്കിലാണ് പോണത്. പിന്നെ വേറെ എൻ്റെ ഫ്രണ്ട്സും ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ ബാക്കിൽ വരുന്നുണ്ട്.
പോണത്. നമ്മുടെ പിള്ളേഴ്സുണ്ട്, എല്ലാവരും ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അതിരപ്പള്ളി വഴിയാണ് നമ്മൾ വാൽപ്പാറയ്ക്ക് പോണത്. അപ്പോൾ ഇനി ചെക്ക് പോസ്റ്റിലേക്കാണ് പോണത് അടുത്തത്. ഇതാണ് ചാർപ്പ വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മളങ്ങനെ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. നിങ്ങൾ വാൽപ്പാറയ്ക്ക് അതെ. ആ 3 വണ്ടിയുണ്ട്. ഇതന്നെ വണ്ടി ഇല്ലില്ലേ, നേരെ അങ്ങോട്ട് ഇറങ്ങിപ്പോ. ഇല്ലില്ലേ, ബൈക്കിൽ ഇത്ര തന്നെ ഉള്ളോ? 3 വണ്ടികളോ? കുട്ടികൾ 4. പിന്നെ അതിൽ എത്രയുണ്ട്? കളയാളൊന്നുമില്ലേ? പേര് ടിനോയ്. ടിനോയ്, TINOY. തിരിച്ചു വരികയാണെങ്കിൽ എത്ര മണിക്കുള്ളിൽ വരണം? 4 മണി വരെ ഉള്ളൂ അല്ലേ? അതവിടെ ഒന്ന് കാണിച്ചാൽ മതി. അവിടെ നിന്ന് കാണിച്ചു. ഇവിടുന്ന് പാസ്സാവണം, മലക്കപ്പാറന്ന് ഇറങ്ങണം. ഇവിടെ ശരിക്കും എത്ര മണിക്ക് ഓപ്പൺ ആവും? 7 മണിക്കാണോ? 6 മണിക്ക് ഓപ്പൺ ആവില്ലേ? ഓക്കെ, 4 മണി ഉള്ളൂ അല്ലേ? അവിടെ ഉണ്ട്. അത് ആ ലിസ്റ്റ് മടക്കി, അത് ലിസ്റ്റ് ഒന്നും കാണിച്ചു. നിർദ്ദേശങ്ങൾ വായിച്ച് വരുമ്പോഴേക്കൊക്കെ സമയമാവില്ലേ? ഇംഗ്ലീഷാണല്ലോ ഫുള്ള്. മലയാളം ഉണ്ടല്ലേ? കാട്ടുത്തി പ്ലാസ്റ്റിക് വിമുക്ത അടച്ചാലെന്നാണ് പറഞ്ഞത്. ഓക്കെ. വാൽപ്പാറ, മലക്കപ്പാറ. മലക്കപ്പാറയിൽ വേറെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. അത് ബേഗിൽ വെച്ചിട്ടാ. ഓപ്പൺ. അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ, അതിരപ്പള്ളിയിലെ ചെക്ക് പോസ്റ്റിൽ നമുക്ക് 6 മണി മുതൽ ഓപ്പണാണ്. അപ്പോൾ അതിരപ്പള്ളി വഴി അങ്ങനെ കയറി നമ്മൾ വാൽപ്പാറ അങ്ങനെ കണ്ടിട്ട് തിരിച്ച് വരേണ്ടത് 4 മണിക്കുള്ളിൽ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങണം. എന്നാലാണ് 4 മണിക്ക് ഇവിടെ റിപ്പോർട്ട് ആക്കണം. അപ്പോഴാണ് നമുക്ക് അങ്ങനെ തിരിച്ച് വരാനുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പൊള്ളാച്ചി വഴി നമ്മൾ ഇറങ്ങിപ്പോണം. ഇനി വേറെ റേഞ്ചാണ്. ഇനി ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു യാത്രയാണ് ഇനി വരാൻ പോണത്. ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാർക്കിംഗ് ഗ്രൗണ്ട്, ഫുൾ സെറ്റ്. ആന പോണേണോ? ആന കാട്ടാന കൈ പോണു. മുതല ഇറങ്ങണ ഒരു തോടാണ് ഇത്. ഇതിലൊക്കെ മുതലുണ്ടെന്ന് പറഞ്ഞത്. ഒമ്പോ ഭയങ്കര വീതി കുറഞ്ഞ വഴിയാണ്. ഇനി അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വരുമ്പോഴാണ് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക. അവിടെ ഇവിടെ ഒക്കെ ഭയങ്കര കുണ്ടാണ്. 2 വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് ശരിക്കും ഇല്ല ഇവിടെ.
മലക്കപ്പാറ നമുക്കൊരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. ആ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ വാൽപ്പാറ വരുന്നത്. പാമ്പൊക്കെ വണ്ടി കയറി കുറേ ചത്ത് കിടക്കുന്നുണ്ട് അവിടെ. ആനൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ ലോക്കലോടെ. അത് പിന്നെ ഫ്രഷ് സാധനം കിടക്കണ കുറച്ച് കഴിഞ്ഞാൽ. ഇവിടെ കുറവാ, കുറച്ചുകൊണ്ട് നീങ്ങി കഴിഞ്ഞാലേ നല്ല ഫ്രഷ് സാധനം കിടക്കുന്നുണ്ടാവും. ഇത് ഓടിക്കണ മാറ്റണ ആ ദേ കിടക്കണണ്ട. ആ അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഒരു പാലം കണ്ട് അതിൻ്റെ അടിയിലേക്കുള്ള വ്യൂസ് ഉണ്ട്. നല്ല ക്ലിയർ ഉള്ള. അപ്പോൾ നമ്മൾ വലിയൊരു ഗുഹ കണ്ടിട്ടുണ്ട് ഇവിടെ. ആ ഗുഹയുടെ ഉള്ളിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നോക്കാം ഗുഹയുടെ ഉള്ളിൽ. വണ്ടക്കനൊരു പാറയാണിത്. മൈ ഗോഡ്. എൻ്റെ അമ്മോ, പാറ കണ്ട ഗൈസ്, പണ്ടക്കം പറയാ. ഇതെന്ത് കൊക്കയാ, ദൈവമേ കൊക്കയാണല്ലോ. അതൊരു മാറ്റി നിർത്ത്.
മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ വെള്ളത്തിലുണ്ടാവും. വലിയ ഡാമാണിത്. അപ്പോൾ അങ്ങനെ കേസ് നമ്മൾ വാൽപ്പാറ എത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ വാൽപ്പാറയിൽ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വൈഫ് ഹൗസ് ഉണ്ട് അവിടെ വാൽപ്പാറയിൽ. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഫുള്ള് കുറേ വീഡിയോ എടുക്കാണ്ട് നമുക്ക് അവിടെ കുറേ 2-3 എപ്പിസോഡായിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് വാൽപ്പാറയിലത്തെ വ്ളോഗ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരേക്കും സൈനിങ് ഓഫ്, ബൈ.